പതിവ് പോലെ രാവിലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഒരു ഊബറും വിളിച്ച് ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. ഡൽഹിയിലെ തിരക്കേറിയ റോട്ടിലൂടെയുള്ള ഇന്നത്തെ യാത്ര മധുര റൂട്ടിലേക്കാണ്. ഡൽഹിയിലെ ഏറ്റവും പഴക്കമുള്ള ചരിത്ര സ്മാരകം പുരാന കില. പേരിലുള്ള ലാളിത്യം ഈ ചരിത്ര ഏടിനുണ്ടാകും. ഡൽഹിയിൽ എത്തുന്ന സമയത്ത് പുരാന കില സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. ഡൽഹിയിൽ ആദ്യം ഇന്ത്യ ഗേറ്റ്, രാഷ്ട്രപതി ഭവൻ, സഫ്ദർജംഗ് ടൂം, ഡൽഹി ഹൈക്കോർട്ട്, സുവോളജിക്കൽ പാർക്ക്, പുരാന കില, പ്രകൃതി മൈതാൻ, നാഷണൽ റെയിൽ മ്യൂസിയം എന്നിവയെല്ലാം ഒരേ ദിവസം തന്നെ കാണാൻ മറക്കേണ്ട. കാരണം ഇതെല്ലാം ഒരേ റൂട്ടിലാണ്. അങ്ങനെ നമ്മൾ പുരാന കിലയിലെത്തി. പുരാന കിലയുടെ എൻട്രൻസിൻ്റെ വലതുവശത്ത് തന്നെയാണ് സുവോളജിക്കൽ പാർക്കും. 25 രൂപ എൻട്രി ഫീസ് എടുത്ത് അകത്ത് പ്രവേശിക്കാം. ഇനി ബോട്ടിങ്ങിന് പോകണമെങ്കിൽ 20 രൂപ കൂടി അടച്ച് നമുക്ക് അകത്തേക്ക് കയറാം. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒരു ഒഫീഷ്യൽ ഇൻട്രൊഡക്ഷൻ ആകാം. ഡൽഹിയിലെ പുരാതന കോട്ട പുരാന കില ചരിത്രത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും അതിമനോഹരമായ ഒരു ചരിത്ര സ്മാരകം. 16-ാം നൂറ്റാണ്ടിലെ ഹ്യൂമിയൂണും ഷേർഷാ സൂരിയും ചേർന്നാണ് ഈ മനോഹരമായ അത്ഭുതം നിർമ്മിച്ചത്. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ പാണ്ഡവരുടെ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിന് സ്ഥലമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാന കിലയുടെ മറ്റ് വിശേഷങ്ങളും അതുപോലെ തന്നെ ചരിത്ര പ്രൗഢിയും ഈ യാത്രയിലൂടെ നമുക്ക് ആസ്വദിക്കാം. പുരാന കില 2500 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഡൽഹിയുടെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ ഒരു നിധിശേഖരമാണ്. പ്രകൃതി മൈതാനും മധുര റോഡിനും സമീപം സ്ഥിതി ചെയ്യുന്നു. ഈ പുരാതന കോട്ട മഹാഭാരതത്തിലെ പാണ്ഡവരുടെ ഐതിഹാസിക തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിന് സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുഗൾ ചക്രവർത്തിയായ ഹ്യൂമയൂൺ 1533 അദ്ദേഹത്തിൻ്റെ പുതിയ നഗരമായ ദിൽപാനയുടെ ഭാഗമായി ഇത് നിർമ്മിച്ചതോടെയാണ് ഈ കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത്. എന്നിരുന്നാലും ഷേർഷാ സൂരിയാണ് ഈ കോട്ടയുടെ പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ കോട്ടയ്ക്ക് ഷേർഗഡ് എന്ന് പുനർനാമകരണവും നടത്തി. 1556 ഹിന്ദു രാജാവായ ഹ്യൂമയൂണിൻ്റെ കിരീടധാരണവും 1556 തന്നെ മുഗൾ ചക്രവർത്തിയായ ഹ്യൂമയൂണിൻ്റെ ദാരുണമായ മരണവും ഉൾപ്പെടെ നിരവധി ചരിത്ര സംഭവങ്ങൾ ഈ കോട്ട സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതാണ് തലാക്കി ദർവാസ. ഉയരമുള്ളതും അതിഗംഭീരവുമാണ് ഇതിൻ്റെ ഘടന. ഇതിൻ്റെ മധ്യ കവാടത്തിന് 17 മീറ്റർ ഉയരമുണ്ട്. ഇതിൻ്റെ 2 പ്രവേശന നിലകളും നമുക്ക് കാണാം. താഴെയുള്ള അണ്ടർഗ്രൗണ്ടിലും മുകൾ ഭാഗത്ത് ഈ കാണുന്ന പ്രവേശന കവാടവും മണൽക്കല്ലും മാർബിൾ കൊത്തുപണികളും ടൈൽ വർക്കും പുറത്തേക്കുള്ള ജനാലകൾ, ഛത്രികകൾ എന്നിവയും നമുക്ക് കാണാം. തലാക്കി ദർവാസ എന്ന പേരിൻ്റെ അർത്ഥം വിലക്ക് ലഭിച്ച കവാടം എന്നാണ്. അഫ്ഗാൻ വാസ്തുവിദ്യ പ്രദർശിപ്പിക്കുന്ന ഈ പ്രധാന കവാടത്തിന് വലതുഭാഗത്താണ് പുരാവസ്തു മ്യൂസിയം. BC 1000-ലെ പുരാവസ്തുക്കൾ മുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പുരാവസ്തു മ്യൂസിയത്തിൽ പുരാതന കാലം മുതലുള്ള ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ഡൽഹിയിലെ മൗര്യ കാലഘട്ടത്തിലെ പുരാവസ്തുക്കളും നമുക്കിവിടെ കാണാം. അന്നവർ ഉപയോഗിച്ച ഗതാഗത മാർഗങ്ങളുടെ സൂചനകൾ, ആനയുടെയും കുതിരയുടെയും മനോഹരമായ ശില്പികൾ, പഴയ അനുഷ്ഠാനങ്ങളുടെ മാർഗങ്ങൾ എന്നിവ മാത്രമല്ല, പുരാന കിലയുടെ നിർമ്മാണ രീതികൾ, ഘട്ടം ഘട്ടമായി പുനർനിർമ്മിച്ച ചരിത്രരേഖകൾ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഇതാണ് ഖിലായി കുപ്ന മസ്ജിദ്. ആയിരത്തി 541 ഷേർഷാ സൂരി നിർമ്മിച്ച മുഗൾ വാസ്തുവിദ്യയുടെ മനോഹരമായ മസ്ജിദ്. അഫ്ഗാൻ മുഗൾ ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം. ചുവന്ന മണൽക്കല്ലിന്റെയും വെളുത്ത മാർബിളിന്റെയും മിശ്രിതം, വലിയ മുറ്റത്തോടു കൂടിയ ഒറ്റ ഇടനാഴി, 5 ബേയുള്ള പള്ളി, ഖുറാൻ ലിഖിതങ്ങളാൽ അലങ്കരിച്ച സങ്കീർണമായ കൊത്തുപണികൾ, കമാനങ്ങൾ, താഴികക്കുടങ്ങൾ എന്നിവയും നമുക്കിവിടെ കാണാം. ചരിത്രത്തിലോ വാസ്തുവിദ്യയിലോ ആത്മീയതയിലോ താല്പര്യമുള്ളവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ മസ്ജിദ്. ഈ കാണുന്ന അഷ്ടഭുജാകൃതിയിലുള്ള ഗോപുരമാണ് ഷേർ മണ്ടൽ. 2 നിലകളിലുള്ള ഈ ഗോപുരത്തിന് മുകളിൽ കമാനങ്ങളും ഒരു താഴികക്കുടവുമുണ്ട്. ചുവന്ന കല്ലിന്റെയും സങ്കീർണമായ കൊത്തുപണികളാലും മനോഹരമാണ് ഈ ഗോപുരം. ഷേർഷാ സൂരിയുടെ ഭരണകാലത്ത് 1540-1545 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ ഗോപുരം. മുഗൾ ചക്രവർത്തിയായിരുന്ന ഹുമയൂണിന്റെ ലൈബ്രറിയും നിരീക്ഷണാലയവുമായിരുന്നു ഈ കാണുന്ന ഷേർ മണ്ടൽ. ഹുമയൂൺ ഷേർ മണ്ടലിനെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ലൈബ്രറിയും ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയവുമാക്കി മാറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ കോട്ടയുടെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആകാശ നിരീക്ഷണങ്ങൾക്കും ഇത് അനുയോജ്യമായിരുന്നു. ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച വലിപ്പം കുറഞ്ഞ 2 നിലകളിലുള്ള അഷ്ടഭുജാകൃതിയിലുള്ള ഗോപുരമാണ് ഇത്. ഇന്തോ ഇസ്ലാമിക് തിമൂറിഡ് ഇസ്ലാമിക് വാസ്തുവിദ്യയിലാണ് ഇതിന്റെ നിർമ്മാണം. ഹുമയൂണിന്റെ ദാരുണമായ അപകടം നടന്നത് ഇവിടെ വെച്ചാണ്. ഹുമയൂൺ പതിവ് പോലെ തന്റെ ലൈബ്രറിയിൽ സമയം ചെലവഴിച്ചതിന് ശേഷം വൈകുന്നേരം പ്രാർത്ഥനയ്ക്കായി കുത്തനെയുള്ള ലൈബ്രറിയുടെ പടികൾ ഇറങ്ങുന്നതിനിടെ കാലിടറി വീഴുകയായിരുന്നു. ആ അപകടത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കുപറ്റുകയും ഇതേ തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുകയുമായിരുന്നു. 1556 ജനുവരിയിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മുഗൾ കാലഘട്ടം മുതൽ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഇതിഹാസങ്ങൾ വരെയുള്ള ഡൽഹിയിലെ ഈ ചരിത്ര സ്മാരകത്തിന്റെ വാസ്തുവിദ്യയും അതുപോലെ തന്നെ പുരാവസ്തു ശേഖരവും ബോട്ടിങ്ങും പുരാന ഖിലയുടെ ചരിത്രവും കഥകളും ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ചരിത്ര ഏടുമായി വീണ്ടും വരാം.